ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിക്കപ്പെടുന്നത്. കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു. മറ്റു ഗുരുക്കന്മാർ കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, കൃഷ്ണൻ വൈദ്യർ, ഹഠയോഗ്യവിദ്യയിൽ തൈക്കാടയ്യ. 1881 അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. 1882 ചട്ടമ്പി സ്വാമികളെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. പിന്നീട് ചട്ടമ്പി സ്വാമികൾ തൻ്റെ ഗുരുവായ തൈക്കാടയ്യയുടെ സമീപത്തേക്ക് നാണുവാശാനെ കൂട്ടിക്കൊണ്ടുപോയി. നാണുവാശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. പിന്നീട് അദ്ദേഹം കന്യാകുമാരി ജില്ലയിലെ മരുത്വ മലയിൽ പോയി അവിടെ പിള്ളത്തടം ഗുഹയിൽ താമസിച്ച് വർഷങ്ങൾ നീണ്ട ഏകാന്ത ജീവിതവും ധ്യാനവും നടത്തി ആത്മീയ ഉന്നതി പ്രാപ്തമാക്കി. 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം സ്ഥാപിച്ചു. 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. നെയ്യാറിൽ നിന്ന് സ്വയം മുങ്ങിയെടുത്ത ഒരു കരിങ്കല്ലായിരുന്നു പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്. ശങ്കരൻകുഴി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു കയത്തിൽ നിന്നാണ് ഗുരു കല്ല് മുങ്ങിയെടുത്തത്. കുളത്തൂർ കോലത്തുകര ക്ഷേത്രം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം തുടങ്ങി കേരളത്തിലുടനീളം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. വേലായുധൻ നട എന്ന് പറയുന്ന വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥാപിച്ചത് 1889 ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയായിരുന്നു അത്. ഇതിനോടടുത്ത സമയത്ത് തന്നെ വക്കത്ത് ദേവേശ്വര ക്ഷേത്രം ആരംഭിച്ചു. പൂത്തോട്ട ശ്രീവല്ലഭേശ്വര ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശ്രീനാരായണ ഗുരു എത്തിയത് ചട്ടമ്പി സ്വാമികളുമൊത്താണ്. പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, കുളവേലി കൃഷ്ണൻ വൈദ്യർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 1891 കുമാരനാശാൻ ആദ്യമായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1895 ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1898 വാവൂട്ടുയോഗം രൂപീകരിച്ചു. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിന് വേണ്ടി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടുയോഗം. SNDPയുടെ മുൻഗാമി എന്നും അറിയപ്പെടുന്നു. 1903 മെയ് 15 SNDP യോഗം രജിസ്റ്റർ ചെയ്തു. ശ്രീനാരായണ ഗുരു ആജീവനാന്ത അധ്യക്ഷൻ, സെക്രട്ടറി കുമാരനാശാൻ. യോഗ രൂപീകരണത്തിന് നിർണായക പങ്ക് വഹിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. SNDP യോഗത്തിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്താണ്. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. 1904 തന്നെയാണ് വിവേകോദയം ആരംഭിച്ചതും. 1907 തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചു. 1908 ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ. 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ. 1912 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഓം സാഹോദര്യം സർവത്ര എന്നാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം. 1914 ദൈവദശകം എഴുതി. 1914 ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും ആലുവയിൽ കണ്ടുമുട്ടി. 1916 ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. 1916 തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. 1918 ആദ്യ സന്ദർശനം. ആദ്യമായി കാവി വസ്ത്രം ധരിച്ചത് ഈ അവസരത്തിലാണ്. ശ്രീലങ്കയിലെ മലയാളികളുടെ ക്ഷേമ പ്രവർത്തനത്തിനായി വിജ്ഞാനോദയ യോഗം സംഘടിപ്പിച്ച് സ്വാമി സത്യവ്രതനെ അവിടെ നിയോഗിച്ചു. 3 വർഷത്തോളം സ്വാമി സത്യവ്രതൻ അവിടെ പ്രവർത്തിച്ചു. 1920 തൃശ്ശൂർ കാഞ്ഞാണിക്കടുത്ത് കാരമുക്കിൽ ദീപപ്രതിഷ്ഠ നടത്തി. തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലെ ക്ഷേത്രത്തിൽ ഓം എന്ന് രേഖപ്പെടുത്തിയ തിളക്കമുള്ള തകിടാണ് സ്ഥാപിച്ചത്. ചുറ്റും സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നും എഴുതിയിട്ടുണ്ട്. ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം. കോഴിക്കോട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റാണ്. 1922
ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ ശിവഗിരിയിൽ കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്ന വർഷമാണ് 1924. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത് സർവമത സമ്മേളനത്തിൽ വെച്ചാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ആപ്തവാക്യം പറഞ്ഞത് ഈ സമ്മേളനത്തിലാണ്. മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് സദാശിവ അയ്യരാണ് സർവമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. 1925 ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടി. 1926 ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തേതും ഒടുവിലത്തേതുമായ ശ്രീലങ്കൻ സന്ദർശനം. 1927 ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കളവങ്കോട് എന്ന സ്ഥലത്താണ് ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അഹം ബ്രഹ്മാസ്മി അഥവാ ഞാൻ തന്നെയാണ് ദൈവം എന്ന ആശയമാണ് അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വെച്ചത്. വൈക്കം താലൂക്കിലെ ഉല്ലല എന്ന സ്ഥലത്താണ് രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്ത വർഷം 1928. ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം ശിവഗിരിയാണ്. 1928 സെപ്റ്റംബർ 20 കന്നിമാസം 5 ഗുരു ശിവഗിരിയിൽ സമാധിയായി. ശ്രീനാരായണ ഗുരു പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ സ്വാമികളെയാണ്. ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് വേലായുധൻ. 1929 മുതൽ 1933 വരെ SNDP യോഗം പ്രസിഡന്റായി പ്രവർത്തിച്ച മാധവൻ വൈദ്യരാണ് യോഗത്തിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ്. SNDP യോഗത്തിൻ്റെ രണ്ടാമത്തെ സെക്രട്ടറി N. കൃഷ്ണനാണ്. SNDP യോഗത്തിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ജില്ല തൃശ്ശൂരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ. യഥാർത്ഥ പേര് കുഞ്ചു അയ്യപ്പൻ പിള്ള. അവസാനത്തെ ശിഷ്യൻ ആനന്ദതീർത്ഥ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ഏണസ്റ്റ് കിർക്ക്. പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയിൽ നിന്നാണ് ആദ്യ ശിവഗിരി തീർത്ഥാടക സംഘം പുറപ്പെട്ടത്. തീർത്ഥാടകർക്കായി ഗുരു നിഷ്കർഷിച്ച വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞയാണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ച വസ്ത്രത്തിൻ്റെ നിറം വെള്ള. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, T.K. കിട്ടൻ. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവി മൂലൂർ S. പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്ത വർഷം 1928. ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം ശിവഗിരിയാണ്. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലായി 60ഓളം കൃതികൾ ഗുരു രചിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. വാരണപ്പള്ളി തറവാട്ടിലെ കാരണവരുടെ താൽപ്പര്യം മാനിച്ചാണ് അത് രചിച്ചത്. ഈ കൃതി സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അദ്വൈത വേദാന്ത തത്വങ്ങൾ വളരെ വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്ന കൃതിയാണ് ദർശനമാല. ഗുരുവിൻ്റെ മലയാളം കൃതികൾ ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, കുണ്ടലിനിപ്പാട്ട്, വൈരാഗ്യദശകം, മുനിചര്യ പഞ്ചകം, കാളി നാടകം തുടങ്ങിയവ. ആത്മോപദേശ ശതകം എഴുതിയത് 1897. ദൈവദശകം എഴുതിയത് 1914. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന വരി ദൈവദശകത്തിലേതാണ്. ആത്മോപദേശ ശതകത്തിലെ വരികളാണ് അവനവൻ ആത്മസുഖത്തിനാചരിപ്പാവ് അപരന്ന സുഖത്തിനായി വരേണം. ജാതി മീമാംസയിലെ വരികൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജനനി, നവരത്ന മഞ്ജരി, ജാതി നിർണയം, ജാതി ലക്ഷണം എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികളാണ്. നവമഞ്ജരി ശ്രീനാരായണ ഗുരു ആർക്കായി സമർപ്പിച്ച കൃതിയാണ്. ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ കൃതികൾ: ഈശാവാസ്യോപനിഷത്ത്, ഒഴിവിലൊടുക്കം. ഗുരുവിൻ്റെ തമിഴ് കൃതി തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകൾ: ദർശനമാല, നിർവൃതി പഞ്ചകം, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം. രമണ മഹർഷിയുമായുള്ള സന്ദർശനത്തിന് ശേഷം രചിച്ച കൃതി നിർവൃതി പഞ്ചകം. ഭൗതികമായ ഔന്നത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രമണ മഹർഷി. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും കണ്ടിട്ടില്ല.
ഇങ്ങനെ പറഞ്ഞത് ടാഗോർ. മഹാത്മാഗാന്ധിക്ക് മുമ്പേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞത് CP രാമസ്വാമി അയ്യർ. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പ്. പെരിയസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പു. കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന് പറഞ്ഞത് P ഗോവിന്ദപിള്ള. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല. CF ആൻഡ്രൂസ്. ബ്രഹ്മശ്രീ നാരായണ ഗുരു എന്ന പുസ്തകം എഴുതിയത്, ജീവചരിത്ര പുസ്തകം എഴുതിയത് കുമാരനാശാൻ. ഗുരുവിൻ്റെ ദുഃഖം എഴുതിയത് സുകുമാർ അഴീക്കോട്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന പുസ്തകം എഴുതിയത് P പരമേശ്വരൻ. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എഴുതിയത് KP അപ്പൻ. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MK സാനു. ബുദ്ധനും നാരായണ ഗുരുവും എഴുതിയത് ഡോക്ടർ K സുഗതൻ. 1920 കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു നൽകിയ സന്ദേശമാണ് മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് ജാതി മീമാംസ എന്ന കൃതിയിലെ 2ാമത്തെ ശ്ലോകത്തിലെ ആദ്യ വരിയാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പവ അപരന് സുഖത്തിനായി വരയണം എന്ന ഗുരുവചനം ആത്മോപദേശ ശതകത്തിലേതാണ്. വിഗ്രഹപ്രതിഷ്ഠയിലൂടെ സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തിയ നാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞു, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. PA ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെക്കുറിച്ചുള്ള ആദ്യ സിനിമ ശ്രീനാരായണ ഗുരു. ഗുരു എന്ന നോവൽ രചിച്ചത് K സുരേന്ദ്രൻ. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി മൂർക്കോത്ത് കുമാരൻ. നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് MK സാനു. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് T ഭാസ്കരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് KP അപ്പൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ യുഗപുരുഷൻ. യുഗപുരുഷൻ എന്ന സിനിമയുടെ സംവിധായകൻ R സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ തലൈവാസൽ വിജയ്. 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം സെൻഡിലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരു. ആത്മോപദേശ ശതകം സോങ്സ് ഓഫ് ദി സെൽഫ് എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് K ശ്രീനിവാസൻ. ഗുരുദേവ കർണാമൃതം രചിച്ചത് കിളിമാനൂർ കേശവൻ. യുഗപ്പിറവി രചിച്ചത് K വാസുദേവൻ. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് കുമാരനാശാൻ. ടാഗോറിൻ്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി N കുമാരൻ. ഗാന്ധിജിയുടെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്നത് C രാജഗോപാലാചാരി, EV രാമസ്വാമി നായിക്കർ, രാംദാസ് ഗാന്ധി, മഹാദേവ് ദേശായി. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. നാണയത്തിൽ രൂപം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഭാരത സർക്കാർ ശ്രീനാരായണ ഗുരു സ്മാരക സ്റ്റാമ്പ് 1967 പുറത്തിറക്കി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്കായി 2006 100 രൂപയുടെയും 5 രൂപയുടെയും നാണയങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കി. SNDPയുടെ മുഖപത്രം വിവേകോദയം. സ്ഥാപകൻ കുമാരനാശാൻ. സ്ഥാപക പത്രാധിപർ M ഗോവിന്ദൻ. ഈഴവ് ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ ആനന്ദതീർത്ഥർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ വിദേശി ഏണസ്റ്റ് ക്ലർക്ക്. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്.
ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം കുമരകം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്ക്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം.